റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ, ബൈ എമിറ്റിംഗ് റേഡിയേഷൻ. അത് ആൽഫ പാർട്ടിക്കിളാകാം, ബീറ്റ പാർട്ടിക്കിളാകാം, ഗാമ റേ ആകാം. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ സ്വഭാവം അല്ലേ, നേച്ചർ ഓഫ് റേഡിയേഷൻസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത രണ്ട് ലോസ് ആണ്. ഓക്കെ, ലോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ആദ്യത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, അല്ലെങ്കിൽ ഇതിനെ സോഡി ആൻഡ് ഫാജൻസ് ലോ എന്നും വിളിക്കുന്നു. ഇത് 1913 ഈ ലോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ പ്രപ്പോസ് ചെയ്തത് 1913. അപ്പോൾ എന്താണ് ഈ ലോ എന്ന് നോക്കാം. In all radioactive disintegrations, either an alpha or a beta particle, never both or more than one particle is emitted by the nucleus. അതായത് ഒരു റിയാക്ഷൻ, ഒരു ഡിസിൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ ഒന്നുകിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബീറ്റ പാർട്ടിക്കിൾ. ഒരിക്കലും ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഒരുമിച്ച് ഒരു ഡിസൻറ്റഗ്രേഷനിൽ എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ 2 ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ 2 ബീറ്റ പാർട്ടിക്കിൾ, ആ രീതിയിലും എന്ത് നടക്കുന്നില്ല? എമിഷൻ നടക്കുന്നില്ല. ഒന്നുകിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബീറ്റ പാർട്ടിക്കിൾ, ഇത്തരത്തിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഒരു ഡിസൻറ്റഗ്രേഷനിൽ എമിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഏത് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പോൾ നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ എന്താണ് ബന്ധമെന്ന് തോന്നും അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒറ്റ പാർട്ടിക്കിളെ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് അത്രേ മനസ്സിലായുള്ളൂ. ശരിക്കും ഇത് കംപ്ലീറ്റ് ആയില്ല, ഇതിൽ കുറച്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു ആൽഫ പാർട്ടിക്കിളിനെ ഒരു ന്യൂക്ലിയസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പറിന് എന്ത് സംഭവിക്കും? ഇറ്റ് ഡിക്രീസസ് ബൈ 4. അറ്റോമിക് നമ്പറിന് എന്ത് സംഭവിക്കും? ഇറ്റ് ഡിക്രീസസ് ബൈ 2 അല്ലേ, Z-2 ആയിട്ട് മാറും. ഇനി ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാസ് നമ്പറിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ. നമ്മൾ പറഞ്ഞു ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണാണ്. ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണിനെയാണ് പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ഒരു ന്യൂട്രോണിന് പകരം ഒരു പ്രോട്ടോൺ ഉണ്ടായി. സോ മാസ് നമ്പർ റിമൈൻസ് ദ സെയിം. ആര് മാറും? അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. കാരണം അവിടെ എന്തുണ്ടായി? ഒരു പ്രോട്ടോൺ അഡീഷണലായിട്ട് വന്നു. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ത് ചെയ്തു? 1 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 2 കേസിലും മനസ്സിലായ ഒരു കാര്യം, ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിലും ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിലും ദ അറ്റോമിക് നമ്പർ ചേഞ്ചസ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഏത് ഇലമെൻ്റാണ് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അതിൻ്റെ ഷെൽസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. ആ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതിനെയാണ് എന്തെന്ന് വിളിച്ചത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ മാറിക്കഴിഞ്ഞാൽ എന്തായി? ആ എലമെൻറ്റ് മാറി. അതായത് ഒരു ആൽഫ പാർട്ടിക്കിളോ ബീറ്റ പാർട്ടിക്കിളോ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്യും? ഇതിരിക്കുന്ന ഈ ഡിസൻറ്റഗ്രേറ്റ് ചെയ്തത് എ എന്ന ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചു. ഇത് ഇനി ഡിസൻറ്റഗ്രേഷന് ശേഷം അത് ബി ആയിട്ട് മാറി. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഇത് രണ്ട് പൊസിഷനിലായിരിക്കില്ലേ ഇരിക്കുന്നത് അല്ലേ. പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ എലമെൻസിനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ആരിയ്ക്കുന്ന? ബി ഇരിക്കുന്നത്. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിളിനെയോ ബീറ്റ പാർട്ടിക്കിളിനെയോ എമിറ്റ് ചെയ്താൽ പീരിയോഡിക് ടേബിളിൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതെന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കണം, ഒരൊറ്റ പാർട്ടിക്കിളെ എമിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. പിന്നെ എന്താണ്? പീരിയോഡിക് ടേബിളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. ഇനി ഹീലിയം ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ്. എക്സ് ആണ്, അത് വൈ ആയിട്ട് മാറുന്നു കാരണം എലമെൻറ്റ് മാറി.
Z ചേഞ്ചസ് ടു Z-2, A ചേഞ്ചസ് ടു A-4 അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസും എന്താ നോക്കണം, ഇത് ഈക്വൽ ആണോ നോക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ബാലൻസ് ചെയ്യണം അല്ലേ. അതായത് ഈ ഭാഗത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആയിരിക്കണ്ടേ. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസും എന്തായിരിക്കണം, രണ്ട് വശവും ഈക്വൽ ആയിരിക്കണം. ഇക്വേഷൻസ് ബാലൻസ് ചെയ്യണ്ടേ. അപ്പോൾ ആ രീതിയിൽ ഇതുകൊണ്ട് ഇവിടെ Z-2 + 2 Z എന്ന് കിട്ടും, A-4 + 4 A എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റാണ്. ന്യൂക്ലിയോൺസിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ നമ്പറും ഒക്കെ രണ്ട് വശത്തും കറക്റ്റ് ചെയ്യുന്ന, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. യുറാനിയം, യു എന്ന് ഉദ്ദേശിക്കുന്നത് യുറാനിയമാണ്. യുറാനിയം 238, അതിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അതെന്ത് ചെയ്യുന്നു, തോറിയമായിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. തോറിയം 90 ആണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 234 പ്ലസ് ഹീലിയം ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ. ഇനി ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ്റെ ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. എക്സ് വൈ ആയിട്ട് മാറുന്നു, പ്രോട്ടോൺ നമ്പർ 1 ഇൻക്രീസ് ചെയ്യുന്നു, മാസ് നമ്പർ റിമൈൻസ് ദ സെയിം, പ്ലസ് ആൻ ഇലക്ട്രോൺ. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ, തോറിയം 90 234 ഡിസൻറ്റഗ്രേറ്റ് ടു 91, പെലേഡിയം 234 പ്ലസ് ഇലക്ട്രോൺ. അപ്പോൾ ഇക്വേഷൻ മനസ്സിലാക്കുക. ഇനി എമിഷൻ ഓഫ് alpha or beta particle from the nucleus of an atom causes a displacement in the position of the element in the periodic table. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്യുന്നു, എലമെൻറ്റിൻ്റെ പൊസിഷന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. അല്ലെങ്കിൽ എന്ത് തന്നെയാണ്, ആ എലമെൻറ്റ് മാറുന്നു, മറ്റൊരു എലമെൻ്റായിട്ട് മാറുന്നു അല്ലേ. ഏത് നടക്കുമ്പോൾ, ആൽഫ പാർട്ടിക്കിളോ ബീറ്റ പാർട്ടിക്കിളോ എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. രണ്ടാമത്തെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയാം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തത് റുദർഫോർഡും സോഡിയോ ആണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മെറ്റീരിയൽ, ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ കണ്ടുപിടിച്ചത്. നേരത്തെ നമ്മളിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. ആ എലമെൻറ്റ് ഏത് ഫിസിക്കൽ കണ്ടീഷനിലിരിക്കുന്നു, ഏത് കെമിക്കൽ കണ്ടീഷനിലിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഇവർ കണ്ടുപിടിച്ചത്. ദേ ഫൗണ്ട് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് എ പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡിസൻറ്റഗ്രേറ്റ് വാസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ലോ പ്രപ്പോസ് ചെയ്തു. ലോ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്: ദ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഡിസൻറ്റഗ്രേറ്റ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് is directly proportional to the number of atoms at that instant. അപ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡീകേ ചെയ്യുന്ന റേറ്റ് അതിൻ്റെ കെമിക്കൽ സറൗണ്ടിങ്ങിനെയോ അല്ലെങ്കിൽ ഫിസിക്കൽ സിറ്റുവേഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ എലമെൻറ്റിൻ്റെ എത്ര ആറ്റംസ് അപ്പോൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ആ സമയത്ത് ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ ഉള്ള ഡീകെ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആറ്റം ഉണ്ട്, ഇപ്പോൾ എത്ര റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ഉണ്ട്, അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് ആരുടെ ലോ? ഈ റേഡിയോ ആക്റ്റീവ് ഡീകെ അല്ലേ, എന്താ റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ അല്ലെങ്കിൽ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് വായിക്കുക. ഒരു സെക്കൻഡിൽ എത്ര ആറ്റംസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ സമയത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, മാത്തമെറ്റിക്കലി എങ്ങനെ കാണിക്കാം നോക്കാം. ഓക്കെ,
അപ്പോൾ n ആണ് ഒരു ഇൻസ്റ്റൻറ്റ്, ടി എന്ന ഇൻസ്റ്റൻറ്റ്. ഇപ്പോൾ ടി ആണ് സമയമെന്ന് വിചാരിച്ചു. ഇപ്പോൾ n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ആറ്റം അല്ല, ദ ആറ്റം മസ്റ്റ് ബി റേഡിയോ ആക്റ്റീവ്. ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഇത്രയും n ആറ്റംസ് ഈ സമയത്തുണ്ട്. ഇനി dt ടൈമിൽ, ഓക്കെ, ഇത്രയും ഇൻ്റർവെൽ, ഇത്രയും സമയത്തിൽ dn ആറ്റംസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ റേറ്റ് ഓഫ് ഡീക്കെ എങ്ങനെ എഴുതാം? dt ടൈമിൽ dn ആറ്റംസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീക്കെ റേറ്റ് എന്ന് പറയുന്നത് dn/dt. അത് എന്തിന് ഡീക്കെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്? നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ടി, അതാണ് n അല്ലേ? അപ്പോൾ dn/dt ഈസ് പ്രൊപ്പോർഷണൽ ടു n. ഇനി മൈനസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ദ മൈനസ് അല്ലെങ്കിൽ ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് as ടൈം ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ആറ്റം ഈസ് ഡിക്രീസിങ്. as t increases n decreases. അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൈനസ് dn/dt എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dn/dt ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് n. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് ലാംഡ. അപ്പോൾ എന്ത് കിട്ടും? dn/dt ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ n. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഈ ലാംഡേൻ്റെ പേര് ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ്, അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റൻ്റ് എന്നൊക്കെ വിളിക്കും. ഇത് പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ ലാംഡ ഡി കെ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കപ്പെടുന്ന ലാംഡ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഓർ ഡി കെ കോൺസ്റ്റൻ്റ് ലാംഡ. അപ്പോൾ എന്താ സംഭവം? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് dn/dt ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ n. അപ്പോൾ ലാംഡയാണ് ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലാംഡേനെ എങ്ങനെ എഴുതാം? dn/dt/n. അപ്പോൾ നമുക്ക് വാല്യൂ മാത്രം മതി. അപ്പോൾ മൈനസ് നമുക്ക് കളയാം അല്ലേ? മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ടൈം കൂടുമ്പോൾ n കുറയുന്നു എന്നുള്ളതാണ്. ഡിക്രീസിങ് റേറ്റ് ആണെന്നുള്ളതാണ്. ഇൻക്രീസ് ചെയ്യല്ല, ഡിക്രീസിങ് റേറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൈനസിനെ എന്ത് ചെയ്യാം? ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൈനസിനെ ഡ്രോപ്പ് ചെയ്ത് ന്യൂമറിക്കലി നമ്മൾ വാല്യൂ എഴുതിയിട്ടുണ്ട് ലാംഡയുടെ. അപ്പോൾ എന്താ സംഭവം? dn/dt/n. അതായത് എന്താ? dn/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡീക്കെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? Disintegration constant of a radioactive substance is defined as the ratio of number of atoms of the substance disintegrated in unit time to the number of atoms of the substance present at the time of disintegration. Okay. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ dn/dt/n. അതിനെ വരിയിൽ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. dn/dt എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിസൻറ്റഗ്രേറ്റഡ് ഇൻ യൂണിറ്റ് ടൈം. അത് തന്നെയാണ് എന്ത്? റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ അല്ലേ? യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ആറ്റംസ് ഡീകേ ചെയ്തു, അത് തന്നെയാണ് എന്ത്? ഡീകേ കോൺസ്റ്റൻറ്റ്. എന്താണ്? റേറ്റ് ഓഫ് ഡീകേ അല്ലേ? ഡീകേ റേറ്റ് എന്നൊക്കെ പറയുന്നത് 1 സെക്കൻഡിൽ എത്ര ആറ്റംസ് ഡീകേ ചെയ്തു ഡിവൈഡഡ് ബൈ എന്താണ് കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡിസൻറ്റഗ്രേഷൻ. ആ സമയത്ത് എത്ര ആറ്റംസ് പ്രസൻറ്റ്, അത് തന്നെ. അപ്പോൾ dn/dt ഡിവൈഡഡ് ബൈ n. ആ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്? ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ അതും പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് റുദർഫോർഡ് സോഡി തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റഗ്രേഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തും. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു. അതിൽ ആദ്യം n0 ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. തുടക്കത്തിൽ ടൈം t=0യിൽ n0 ആറ്റംസ് ഉണ്ടായിരുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞു, ആഫ്റ്റർ എ ടൈം t. അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്രയാണ്? t അല്ലേ? അത് 0യിൽ നിന്നാണ് തുടങ്ങിയത്. t സമയത്തിന് ശേഷം, അപ്പോൾ ഇപ്പോൾ എത്ര സമയം? t സമയത്തിൽ n ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീക്കേലോ എന്താ പറയുന്നത്? dn/dt = മൈനസ് ലാംഡ n. നേരത്തെ എഴുതി വെച്ച സാധനമാണ്, അതിങ്ങോട്ട് എടുത്തു. dn/dt = മൈനസ് ലാംഡ n. ഇനി ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്യാണ്. ഇതിങ്ങോട്ടും പോയി ഇതിങ്ങോട്ടും പോയി. എന്തിനാണെന്ന് മനസ്സിലായോ? എന്നിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. വേരിയബിൾ സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ
ഇൻ്റഗ്രേഷന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വേരിയബിൾ ഇപ്പോൾ ഡി എക്സും ഡി വൈയും കിടക്കുകയാണെങ്കിൽ എക്സ് ഉള്ളതിനെല്ലാം ഡി എക്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും, വൈ ഉള്ളതിനെല്ലാം ഡി വൈയുടെ ഭാഗത്തേക്ക്. അപ്പം വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യുക, ഒരു ഭാഗത്ത് എക്സ് മാത്രം, ഒരു ഭാഗത്ത് വൈ മാത്രം. അതേപോലെ നമ്മൾ എന്നിനെ എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, ടൈമെല്ലാം മറ്റേ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഡി എൻ ബൈ എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് ലോഗ് എൻ. ഇനി മൈനസ് ലാംഡ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് ലാംഡ ടി. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടില്ല, സോ നമ്മൾ എന്ത് കൊടുക്കണം, ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൂടെ കൊടുക്കണം. ഇനി ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വെറുതെ ഇവിടെ ഇട്ട് കൊടുത്താൽ പോരാ, നമുക്കതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഒന്നുകിൽ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുക. ഇവിടെ നമുക്കറിയുന്നത് എന്താണ്, ബൗണ്ടറി കണ്ടീഷൻ അല്ലാന്ന് നമുക്കറിയാം അല്ലേ, ബൗണ്ടറി ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്തറിയാൻ പറ്റും, ഇനിഷ്യൽ വാല്യൂ എന്താണെന്ന് അറിയാൻ പറ്റും. ആരുടെ ഇനിഷ്യൽ വാല്യൂ അറിയാൻ പറ്റും, എന്നിൻ്റെ ഇനിഷ്യൽ വാല്യൂ അറിയാൻ പറ്റും. അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ടൈമിൽ എൻ എന്തായിരുന്നു, n0 ആയിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ആദ്യം ഇവിടെ എത്രയുണ്ട്, n0 ആറ്റംസ് ഉണ്ടായിരുന്നു. ടി സമയത്തിന് ശേഷമാണ് അത് n ആയിട്ട് മാറി. ഇപ്പം ഞാനിപ്പോൾ പറയും n0 n ആയിട്ട് മാറി. എങ്ങനെ മാറി എന്നാണ്, എന്തുകൊണ്ടാണ് ഞാൻ n0 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്, എന്താ, അവിടെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്തു അല്ലേ. ഈ n0 മൈനസ് n ആറ്റംസ് ഈ ടി സമയം കൊണ്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റൊരു എലമെൻ്റായിട്ട് മാറി അല്ലേ. ഡിസൻറ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായി മാറും, അത് വേറെ എലമെൻ്റായി മാറും. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ആറ്റംസ് കുറയുന്നത് അല്ലേ. ആദ്യം n0 ഉണ്ടായിരുന്നു, ടി സമയത്തിന് ശേഷം ഇപ്പോൾ എന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ബാക്കി n0 മൈനസ് n ആറ്റംസ് മറ്റൊരു എലമെൻ്റായി മാറിയിട്ടിരിക്കുകയാണ്. കാരണം അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റൊരു എലമെൻ്റായിട്ട് മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആ പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് n. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി n0 മൈനസ് n ആറ്റംസ് മറ്റൊരു എലമെൻ്റായി മാറി. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ടൈമിൽ n ഈക്വൽ ടു n0 ആയിരുന്നു. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n0 ഇട്ട് കൊടുത്തു, എന്നിന് പകരം ഇവിടെ 0 ടൈം ഇടുക പ്ലസ് c. ഓക്കെ, ഫോർ ഇനിഷ്യൽ വാല്യൂ ടൈം t ഈക്വൽ ടു 0 ഈക്വേഷൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് 0 ആയി, നമുക്ക് എന്ത് കിട്ടും, c ഈക്വൽ ടു ലോഗ് n0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ വാല്യൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c ഈസ് ലോഗ് n0 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഈ ഇക്വേഷനിൽ നിന്ന് എഴുതാം, ലോഗ് n ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് ലോഗ് n0. ഒന്നുമില്ല, അതാ ഇക്വേഷൻ സംശയം തോന്നരുത്. ഈ ഇക്വേഷനിൽ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലോഗ് n0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ലോഗ് എന്നും കിടക്കുന്നു, ഇവിടെ ലോഗ് n0യും കിടക്കുന്നു. ഒരു വശത്ത് കൊണ്ടുവന്ന എന്താകും, ലോഗ് n മൈനസ് ലോഗ് n0. ഇനി നമുക്കറിയാം ലോഗ് m മൈനസ് ലോഗ് എന്നിനെ എങ്ങനെ എഴുതാം, ലോഗ് m ബൈ n. അറിയാമെന്ന് വിചാരിക്കുന്നു, ലോഗരിതത്തിൻ്റെ റൂളാണ്. ലോഗ് m മൈനസ് ലോഗ് n ഈസ് ലോഗ് m ബൈ n. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, ലോഗ് n ബൈ n0. ലോഗരിതത്തിൻ്റെ ബേസിക് റൂൾസാണ്. ലോഗ് m പ്ലസ് ലോഗ് n ഈസ് ലോഗ് mn, ലോഗ് m മൈനസ് ലോഗ് n ഈസ് ലോഗ് m ബൈ n. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലോഗ് n ബൈ n0 ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ, ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും. ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ ഇ റേസ് ടു ലോഗ് n ബൈ n0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. രണ്ട് വശത്തും എക്സ്പോണൻഷ്യൽ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നാൽ നിങ്ങൾക്കറിയാം, ലോഗരിതത്തിൻ്റെ റൂൾസൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം ദിസ് വിൽ ബി ഈക്വൽ ടു n ബൈ n0. Then we will get n by n0 is equal to minus
ഇ റേസ് ടു മൈനസ് ലാംഡ ടി അല്ലേ. അല്ലെങ്കിൽ തന്നെ ലോഗരിതത്തിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ലോഗ് എം ഈക്വൽ ടു എക്സ് എങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എം ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. അങ്ങനെയല്ലേ ലോഗ് എം എന്ന് പറയുന്ന എക്സ് ആകുന്നത് അല്ലേ. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ലോഗ് എം ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് അല്ലേ. അപ്പോൾ അതേ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് n/n0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. അപ്പോൾ എന്നിനെ എങ്ങനെ എഴുതാം? n ഈസ് ഈക്വൽ ടു n0 ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. കാരണം എന്താണ്? ഇതെന്ന് പറയും ഈ ഇക്വേഷൻ എന്ത് തരുന്നു? നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ടൈം ടി. ടി സമയത്ത് എത്ര ആറ്റംസ് പ്രസൻ്റ് ആണ് എന്ന് നമുക്കിതിൽ നിന്നും കിട്ടും അല്ലേ. എന്തൊക്കെ അറിയണം? ആദ്യം എത്ര ആറ്റംസ് ഉണ്ടായിരുന്നു എന്നറിയണം. പിന്നെ നമ്മുടെ ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും അറിയാമെങ്കിൽ ടി സമയത്തിന് ശേഷം എത്ര ആറ്റംസ് ഇപ്പോഴുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ. Number of radioactive atoms of a given radioactive substance decreases exponentially with the time. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് എന്ന് പറയുന്നത് n ആണ് അല്ലേ. n is equal to n0 e raised to minus lambda t. അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് n is exponentially decreasing അല്ലേ. എക്സ്പോണൻഷ്യലായിട്ട് കുറയുന്നു എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഫാസ്റ്റായിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യാണ് വിത്ത് ടൈം. വളരെ പെട്ടെന്ന് ഡീകേ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് എണ്ണം കുറയും. പെട്ടെന്നാണ് ഡീകേ നടക്കുന്നത്. ഇനി സിൻസ് റേറ്റ് ഓഫ് ഡീകേ എന്ന് പറയുന്നത് എന്താണ്? dn/dt ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് dn/dt ഈക്വൽ ടു ലാംഡ n അല്ലേ. അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു n. റേഡിയോ ആക്റ്റീവ് ആറ്റംസിന് പ്രപ്പോർഷണലാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്? എന്നിന് വാല്യൂ കൊടുത്തു അല്ലേ. എന്നിൻ്റെ വാല്യൂ എന്താ? n0 e raised to minus lambda t. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ദ റേറ്റ് ഓഫ് ഡീകേ ഈസ് ഓൾസോ ഡിക്രീസിങ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. റേറ്റ് ഓഫ് ഡീക്കേയും പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ? സമയം കടന്നു പോകും തോറും നമ്പർ ഓഫ് ആറ്റംസ് ഡിസൻറ്റഗ്രേറ്റിംഗ് പെർ സെക്കൻഡ് ഡിക്രീസസ് അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആസ് ടൈം ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഡിസൻറ്റഗ്രേറ്റിംഗ് പെർ സെക്കൻഡ് ഡിക്രീസസ്. അത് തന്നെ എന്താണ്? റേറ്റ് ഓഫ് ഡീകേ ഡിക്രീസസ്. അത് എത്തരത്തിൽ ഡിക്രീസ് ചെയ്യുന്നു? ഡിക്രീസസ് എക്സ്പോണൻഷ്യലായിട്ടാണ് റേറ്റ് ഓഫ് ഡീക്കേയും ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സമയം കടന്നു പോകുന്തോറും ഡീകേ റേറ്റും കുറയുന്നു. പിന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കുറയുന്നു. എങ്ങനെ കുറയുന്നു? എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. അപ്പോൾ ഇത് രണ്ടും ഓർക്കാം. ഇനി നമ്മൾ എഴുതി n ഈസ് ഈക്വൽ ടു n0 e raised to minus lambda t. ഈ n 0 ആകണമെങ്കിൽ ഇവിടെ എന്ത് വരണമായിരിക്കും? ടൈം മസ്റ്റ് ഗോ ടു ഇൻഫിനിറ്റി അല്ലേ. e raised to minus ഇൻഫിനിറ്റി ആണ് 0 വരിക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. n ഈക്വൽ ടു 0 ആകുന്നു എന്ന് വെച്ചാൽ ആ സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സബ്സ്റ്റൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഇൻഫിനിറ്റ് ടൈം വേണം. അപ്പോൾ തിയറട്ടിക്കലി ആണ്. എന്തുകൊണ്ടാണ്? കാരണം ആദ്യം റേറ്റ് ഓഫ് ഡീകേ എന്നിന് പ്രപ്പോർഷണലാണ്. അപ്പോൾ ആദ്യം കുറേ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡീകേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ചെല്ലും തോറും ഈ നമ്പർ എത്ര എണ്ണം എന്നുള്ളത് എക്സ്പോണൻഷ്യലി കുറയുകയാണ് നമ്പർ ഓഫ് അല്ലേ. അപ്പോൾ ഡീകേ റേറ്റ് എന്തിന് പ്രപ്പോർഷണൽ? ആ സമയത്ത് എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നതിന് പ്രപ്പോർഷണലാണ് ഡീകേ റേറ്റ്.
അപ്പോൾ ഈ നമ്പർ ഓഫ് ആറ്റംസ് കുറയുന്നതനുസരിച്ച് ഡീകേ റേറ്റും സ്ലോ ഡൗൺ ചെയ്യാണ്. അപ്പോൾ ആദ്യം നല്ല ഫാസ്റ്റായിട്ട് ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതുക്കെ ഡീകേ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ അവസാനമൊക്കെ ആകുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരാറ്റം അങ്ങനെയൊക്കെ പതുക്കെ ആയിരിക്കും ഡീകേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിയററ്റിക്കലി എന്തു പറയുന്നത്, ഇൻഫിനിറ്റ് ടൈം ഈസ് റിക്വയർഡ് ഫോർ ദ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടു ഡിസിൻറ്റഗ്രേറ്റ് കംപ്ലീറ്റ്ലി.